നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണുള്ളത്. ജനങ്ങൾ നേരിടുന്ന വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കർഷക പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ട ഈ സമയത്ത് കോൺഗ്രസിൽ നടക്കുന്നത് മുഖ്യമന്ത്രി കസേര പിടിക്കാനുള്ള തുറന്ന പോരാട്ടമാണ്. മൂന്നാം തവണയും LDF വരാതിരിക്കാനുള്ള തന്ത്രമെന്നാണ് പുറത്തു പറയുന്നത്. എന്നാൽ അകത്ത് നടക്കുന്നതോ അധികാരത്തിനായുള്ള ചരടുവലികളും. അതിന്റെ പൊട്ടലും ചീറ്റലും പല സന്ദർഭങ്ങളിലും മറനീക്കി പുറത്തു വരുന്നുമുണ്ട്. മുഖ്യമന്ത്രി പദവിക്കായി മുന്നിൽ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമാണ്. UDF അധികാരത്തിലെത്തിയാൽ ഇവരിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഗ്രൂപ്പുകൾ സജീവമായത്. പാർട്ടി വിജയമാണ് പ്രഥമ പരിഗണനയെന്ന പ്രസ്താവനകളുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രി കസേരയാണ് പ്രഥമ പരിഗണനയെന്നാണ് വ്യക്തം. ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായ KC വേണുഗോപാലിന് ഈയിടെ അസാധാരണമായ തിരക്കാണ്. വീട് കയറിയുള്ള പ്രചാരണങ്ങൾ, LDF സർക്കാരിനെതിരെ വിലക്കയറ്റം, ക്ഷേമ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉയർത്തിക്കാട്ടൽ എന്നിവയൊക്കെയാണ് പുള്ളിയുടെ മെയിൻ അജണ്ട. KC പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണെന്ന വിശദീകരണം പാർട്ടി വൃത്തങ്ങൾ നൽകുമ്പോഴും ഇതെല്ലാം താൻ വിജയിച്ചാൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കമാണെന്ന കാര്യം പൊതുജനത്തിന് വ്യക്തമാണ്. അതേസമയം പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഭൂരിപക്ഷം നേടിയാൽ സ്വാഭാവിക അവകാശി എന്ന രീതിയിൽ മുന്നോട്ട് തള്ളുന്ന ഒരു ലോബിയും സജീവമാണ്. പറവൂരിൽ നിന്ന് 5 തവണ MLA ആയ അദ്ദേഹം 2021 തോൽവിക്ക് പിന്നാലെ ചെന്നിത്തലയ്ക്ക് പകരം പ്രതിപക്ഷ നേതാവായി. സാമൂഹിക പാരിസ്ഥിതിക വിഷയങ്ങളിലെ ഇടപെടലുകളും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിലെ നേട്ടങ്ങളും അദ്ദേഹത്തിന് ശക്തി നൽകുന്നുണ്ട്. തലമുറ മാറ്റം ആവശ്യപ്പെടുന്ന യുവ നേതാക്കളുടെ പിന്തുണയും സതീശനുണ്ട്. പക്ഷേ മന്ത്രി പദവിയിലെ അനുഭവക്കുറവ് എതിരാളികൾ ചൂണ്ടിക്കാട്ടുന്ന ബലഹീനതയാണ്. ഇതിനിടെ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള രമേശ് ചെന്നിത്തല വീണ്ടും സജീവമാക്കുകയാണ്. കോൺഗ്രസ് പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായതോടെ അദ്ദേഹത്തിന്റെ നീക്കങ്ങളും പുറത്തു വരുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായും 1986 K കരുണാകരന്റെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായും പ്രവർത്തിച്ച അനുഭവവും കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പവുമെല്ലാം അദ്ദേഹത്തിന് മേൽക്കൈ നൽകുന്ന ഘടകങ്ങളാണ്. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള മുൻകൂർ പോരാട്ടം പാർട്ടിയെ തളർത്തുന്ന ചിത്രമാണ് പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം MLA മാർ തീരുമാനിക്കുമെന്ന പതിവ് പല്ലവി പറഞ്ഞിട്ടും അകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയം നിയന്ത്രണാതീതമാകുന്നുവെന്ന ആശങ്ക സാധാരണ പ്രവർത്തകർക്കിടയിലുണ്ട്. ജനപ്രശ്നങ്ങൾക്കുള്ള പര്യായമായി മുന്നോട്ട് വരേണ്ട സമയത്ത് അധികാരമോഹം മുൻപന്തിയിലെത്തുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വൈരുദ്ധ്യമാണ്. LDF-നെ താഴെയിറക്കുമെന്ന മുദ്രാവാക്യം മുഴക്കുമ്പോഴും സ്വന്തം പാളയത്തിലെ പോരാട്ടം അവസാനിപ്പിക്കാനാകാത്ത അവസ്ഥയാണ്. ഇതാണോ കേരളം കാത്തിരിക്കുന്ന മാറ്റമെന്ന ചോദ്യവും കൂടുതൽ ശക്തമായി ഉയരുന്നുണ്ട്.